എൻ്റെ കേരളം എത്ര സുന്ദരം എന്ന് പാടിയ കേരളത്തിന്റെ ഗതികെട്ട അവസ്ഥയാണ് ഇന്നെത്തത്. സ്കൂളിൽ പോയാൽ കരണ്ടടിച്ച് മരിക്കും, ഹോസ്പിറ്റലിൽ പോയാൽ ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുന്നു മരിക്കും, തെരുവിലിറങ്ങിയാൽ തെരുവ് നാകടിച്ച് മരിക്കും, റോഡിലിറങ്ങിയാൽ കുഴിയിൽ വീഴുന്നു മരിക്കും. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് കേരളത്തിൻ്റെത്. ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ജനങ്ങളൊക്കെ ഇങ്ങനെ ഗതികെട്ട അവസ്ഥയിലാണെങ്കിലും നമ്മുടെ മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ ഉദ്ഘാടനങ്ങളും അതിനോടനുബന്ധിച്ച ചന്തി കുലുക്കൽ നൃത്തങ്ങളും കണ്ട് ആസ്വദിക്കുന്നുണ്ട്. അതിൽ നമുക്ക് അഭിമാനിക്കാം. നമുക്കല്പം ചന്തി നൃത്തം കണ്ടിട്ട് വരാം. നോക്കൂ, കണ്ടല്ലോ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ മന്ത്രിമാർ വരുന്നിടത്ത് ഒരു ചന്തി കുലുക്കില്ലെങ്കിൽ ജനങ്ങൾ വരാത്ത അവസ്ഥയായി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ എന്തെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോൾ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് ഒരു തിരക്കായിരുന്നു. അവരെ കാണാനും അവരെ ഒന്ന് തലോടാനും അവർക്കൊന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കാനും ഒക്കെ. ഇന്നത്തെ അവസ്ഥ ഇതാണ്. ഒരു ചന്തി കുലുക്കെങ്കിലും മിനിമം ഇല്ലെങ്കിൽ 10 ആളെ കിട്ടാൻ പ്രയാസമുള്ള അവസ്ഥയായി. അല്ലെങ്കിൽ പിന്നെ ഈ ഉദ്ഘാടനവും ഈ ചന്തി കുലുക്കും തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധവും ഇല്ല. ആളെ കൂട്ടുക എന്ന തന്ത്രം മാത്രം. ഈ അടുത്ത കാലം വരെ വേറൊരു തന്ത്രമായിരുന്നു. ഈ പാർട്ടി പരിപാടികൾക്കും ഉദ്ഘാടനങ്ങൾക്കും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ എന്തായാലും വരാതെയായി. അപ്പൊ പിന്നെ കണ്ടൊരു തന്ത്രമായിരുന്നു ബംഗാളികളെ കൂലി കൊടുത്ത് കൊണ്ടുവരിക. ഇപ്പോ ബംഗാളികൾക്കെല്ലാം വില കൂടി. മുമ്പൊക്കെ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബംഗാളിയെ കിട്ടുമായിരുന്നു. ഇപ്പൊ 1200 കൊടുക്കാതെ ഒരു ബംഗാളിയെയും കിട്ടത്തില്ല. അപ്പൊ എന്തായാലും ഒരു 500 പേരെ കൊണ്ടുവരണമെങ്കിൽ മിനിമം ഒരു 5-6 ലക്ഷം രൂപ ചെലവ് വരും. ഇപ്പോ കണ്ടുപിടിച്ചൊരു പുതിയ നയമാണ് ഈ ചന്തി കുലുക്ക്. ഇങ്ങനെ ആകുമ്പോൾ ഈ കരിപ്പട്ടിയിൽ ഈച്ച പറ്റുന്നത് പോലെ ഈ ചന്തി കുലുക്കുന്നിടത്ത് യുവാക്കളുടെ ഒരു ഇടിച്ചു കയറ്റം ഉണ്ടാവും. അത് മനസ്സിലാക്കിയ രാഷ്ട്രീയക്കാർ ഇതുപോലുള്ള ചന്തി കുലുക്കുകൾ ഉദ്ഘാടന വേലകളിൽ ഉൾപ്പെടുത്തണമെന്ന് പറയാൻ തുടങ്ങി. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, വിശാലമായ രീതിയിൽ അവർക്കിരുന്ന് ആസ്വദിക്കുകയും ചെയ്യാം, ജനങ്ങൾ വന്ന് കൂടുകയും ചെയ്യും. എന്തൊരു ബുദ്ധിപരമായ നീക്കങ്ങളാണ് ഇതെല്ലാം നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രപരമായ ഓരോ ഐഡിയകൾ. പ്രേമനസീറും EK നയനാരും ജീവിച്ചിരുന്ന കാലത്ത് പ്രേമനസീർ ഒരു ജാഥ നടത്തുകയുണ്ടായി. ആ ജാഥയിൽ പ്രേമനസീർ അന്ന് പറഞ്ഞു, കണ്ടോ കണ്ടോ ജനക്കൂട്ടം കണ്ടോ എന്ന്. അത് കണ്ട് ആവേശപ്പൂത്ത് ജനങ്ങൾ അദ്ദേഹത്തിന് ജയ് വിളിച്ചു. അതിന് മറുപടിയായി പിറ്റേന്ന് പത്രക്കാരോട്, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരോട് പിറ്റേന്ന് പത്രപ്രവർത്തകർ ചോദിച്ചു, പ്രേമനസീർ പറഞ്ഞത് കേട്ടല്ലോ, ജനക്കൂട്ടത്തെ കണ്ടോ കണ്ടോ എന്ന്. അന്ന് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ ഒരു മറുപടി ഉണ്ടായിരുന്നു, ഞാൻ ഇതിനേക്കാൾ ആളെ കൂട്ടി കാണിച്ചു തരാം, സിൽക്ക് സ്മിതയെ കൊണ്ടുവന്ന് ഞാൻ ഇതിനേക്കാൾ ആളെ കൂട്ടി കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ആരാണ്? നമ്മുടെ മരിച്ചുപോയ EK നായനാർ. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം എത്ര കറക്റ്റായിരുന്നു എന്ന് ഈ ചന്തി ഡാൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ അന്നത്തെ ആ വാക്ക് വളരെ ഫലപ്രദമായി ഇന്ന് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ ചന്തി ഡാൻസ്. ഈ ചന്തി ഡാൻസ് ഇല്ലെങ്കിൽ അവിടെ ഒരു പട്ടിയും ഉണ്ടാവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ഈ എത്രയോ നടിമാരുണ്ട്, പ്രഗത്ഭരായവരും എത്ര നടിമാരുണ്ട്. കേരള ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന എത്ര നടിമാരുണ്ട്, രാഷ്ട്രീയത്തിൽ വിശ്വാസമുള്ള എത്ര നടിമാരുണ്ട്. അവരെ ആരെയും വേണ്ട. ഇവർക്കെല്ലാം വേണ്ടത് ഈ നിതംബം തടിച്ച സ്ത്രീകളുടെ ഡാൻസാണ്. അതാണെങ്കിൽ മാത്രമേ ചെറുപ്പക്കാർ വന്നു കൂടൂ എന്നുള്ള ഇവരുടെ വ്യക്തമായ കാഴ്ചപ്പാടാണ് ഇതിന്റെ എല്ലാം പിറകിലുള്ളത്. എന്തായാലും പൊതുജനങ്ങളുടെ കാര്യം കട്ടപ്പുക. മന്ത്രിമാരെല്ലാം ഇതുപോലെയുള്ള നിതംബ ഡാൻസുകളൊക്കെ കണ്ട് ആസ്വദിച്ച് അവരുടെ ജീവിതം അവരെ ആഘോഷമാക്കുന്നു. അവർക്ക് നമ്മുടെ ഹോസ്പിറ്റലുകൾ വേണ്ട, നമ്മുടെ റോഡുകൾ വേണ്ട, അവർക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മന്ത്രിസഭയിൽ നിന്ന് തന്നെ കിട്ടും. എങ്ങനെ വേണമെങ്കിലും അവർക്ക് ആസ്വദിച്ച് ജീവിക്കാം. നമ്മളെപ്പോലുള്ള മനുഷ്യരുടെ കാര്യം ഗുദാഘവ.